പാചക വിദഗ്ധകളായ ആളുകളാണ് പലരും ഇടത് നിൽക്കുന്നത്. കിഷോറേട്ടാ അതൊന്നും കൂടി പറയേണ്ടി വരും. എന്നെ നോക്കിയിട്ട് തന്നെ പറയണം. അല്ലല്ല, ദീന ചേച്ചി നന്നായിട്ട് പാചകം അതൊക്കെ ദിവ്യ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ഇത് ആദ്യമായിട്ട് പരിചയപ്പെടുന്നതാണ്. നാടൻ ഫുഡുകൾ ചിക്കൻ ഇവിടെ ഫസ്റ്റ് കിട്ടി അല്ലേ? പിന്നെ അമ്മച്ചിയുടെ ചിക്കൻ ബാക്കിയെല്ലാം ക്രിസ്താണ് ചെയ്യുന്നത്. അധികം ചെയ്യാറില്ല, പക്ഷെ ചെയ്തതിന് ഫസ്റ്റ് കിട്ടി. അപ്പൊ കൈപ്പുണ്യം ഉണ്ടെന്ന് അർത്ഥം. ഇത് നമ്മളെ ബീഫ് നമ്മൾ ഇപ്പൊ ഇതിനകത്ത് 1 കിലോ ബീഫേ ഉള്ളേ. അപ്പൊ ബീഫ് നമുക്ക് ചെറിയ ഉള്ളിയിട്ട് വെച്ച കറിയും ആക്കാം, ഒലത്തി തേങ്ങ കൊത്തിട്ട്. അടിപൊളി തേങ്ങ ഇട്ടിട്ട് ഒരു ഒലർത്ത് പോലെ. ശരി, നമുക്ക് ആദ്യം പച്ചവെളിച്ചെണ്ണ കറിയുടെ സാധനം മാത്രം നമുക്ക് ആദ്യം തയ്യാറാക്കാം. അത് സോർട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വരുമ്പോ ഇതില് കറക്റ്റ് ആവും. നല്ല ഇതാവും. ബീഫിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇത് വെന്തില്ലെങ്കിലേ പിന്നെ ഒന്നിനും കൊള്ളൂല, റബ്ബറായി. സൈക്കിൾ ടയർ വെന്തില്ലെങ്കിൽ പോയി സോഫ്റ്റ് ആയിട്ട് ചില പിള്ളേരെ കറക്റ്റ് ആയിട്ട്. എന്റെ ഒരു അഭിപ്രായത്തില് ഹൽവ കഷ്ണം കഴിക്കും പോലെ കഴിക്കാം. അങ്ങനെ അങ്ങോട്ട് പോകണം. അത് ചൂടായല്ലോ. ഇതിനകത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ കറിക്ക് ഒരു കുറച്ച് മതി. വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വിചാരിച്ച എന്റെ കൂടെ നിൽക്കുന്നത് ആ ഓർഡർ. വെളുത്തുള്ളി ഇട്ടോ. അതിന് ഇത്തിരി കണ്ടന്റ് കുറവാണ്. അതൊക്കെ വെള്ളം എണ്ണയിൽ പിടിച്ചാൽ കുഴപ്പമില്ല. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഇഞ്ചിയായി വെളുത്തുള്ളിയായി. നമ്മൾ ഈ ബീഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് എപ്പോഴും ഈ മുളക് പൊടിയിൽ തന്നെ ചെയ്യണം. പച്ചമുളക് മാക്സിമം സ്റ്റൂവിനാണ് പച്ചമുളക് നമ്മൾ. ഇഞ്ചി വെളുത്തുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വളരെ സിമ്മാക്കിയതിന് ശേഷം ഈ കറിക്കുള്ള സാധനമായതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ഇതിടും. പൊടിയാണോ വേണ്ടത്? ഇനി കാശ്മീരി ചില്ലി, അര കിലോയിലേ ഉള്ളൂ. മൊത്തം 1 കിലോ ഉള്ളൂ. നമുക്ക് 2 ഇതിനകത്ത് എരിവിന് വേണ്ടി ചെറിയ കുറച്ച് ഇട്ടോ. മഞ്ഞപ്പൊടി, കുരുമുളക് വേണ്ടേ? കുരുമുളക് ലാസ്റ്റിലിടാം. ചില്ലി ഫ്ലേക്സ് ഇപ്പൊ വേണ്ട. ഗരം മസാല ശകലം ഒരു പച്ചച്ചവ മാറാൻ വേണ്ടി ഇടാം. മല്ലിപ്പൊടി ഒരു ശകലം ഇടാം. കുരുമുളക് ഇതിന് പച്ചച്ചവ മാറാൻ വേണ്ടി ശകലം. ഇനി മല്ലിപ്പൊടി ഒരു ഇത് നമ്മളിത് സവാള പുഴുങ്ങിയിട്ട് നല്ല ക്രഷ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് കുക്കിംഗ് എളുപ്പമാവും, പടപടയെന്നാവും അല്ലേ? ഓക്കെ. നമ്മുടെ ബീഫ് ഒരു 5 അടി കഴിഞ്ഞു. ഹലോ എവിടെന്നാണ് ഈ ബീഫിന്റെ മണം? ബീഫിന്റെ മണം വരുന്നുണ്ട്. സത്യം എവിടെന്നോ വരുന്നുണ്ട്. സത്യം അതന്നെ ഇങ്ങനെ മാടി വിളിച്ചോണ്ടിരിക്കണേണ്. അത് ബീഫ് വെന്ത മണം. ബീഫിന്റെ കൊണ്ടാട്ടോ ഓണം കഴിഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ബീഫ് ചെറിയ ഉള്ളിയിട്ട് വെച്ച കറിയും ബീഫ് തേങ്ങ ഉലർത്തും. പൊറോട്ടയും കൂടി കിട്ടിയ പൊറോട്ട നല്ല അതായത് നല്ല ചൂട് ദോശയും കൂടെ വേണം. എങ്ങനെയാണെന്നറിയാം? ബീഫ് കറിയോ ഗ്രേവി അങ്ങോട്ട് ഒഴിച്ചിട്ടേ ഉതിരണം. അതായത് ദോശ കല്ലിൽ ചുടുമ്പോ കണ്ണറ വീഴണം. ഹോള് വീണം, കുത്ത് വീണത്തിന് തിരിച്ചിട്ടിട്ട് എടുക്കുമ്പോ അതിനൊരു പ്രത്യേകത എന്താ അറിയാമോ? തിരിച്ച് ദോശ നമ്മൾ വെച്ചിട്ട് ബീഫ് കറി വരുമ്പോ ഈ കണ്ണറക്കകത്ത് ബീഫ് കറി കണ്ണറക്കകത്ത് കയറി സെറ്റായി വന്നതിന് ശേഷം ഇതിങ്ങനെ വച്ചിട്ട് എടുക്കാൻ നേരത്ത് കയ്യിലിട്ട് അടിച്ചു കൊടുക്കണം. ഇതിപ്പോ ഇത് നമ്മളെ ബീഫ് കറിയുടെ അരപ്പ് നമുക്ക് ഇനി ഒലത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഒന്നിൽ കൂടുതൽ ആളുകൾ വരുമ്പോഴേ ഞാൻ അങ്ങോട്ട് പോകുന്നു. കഴിക്കാൻ വേണ്ടി ഞാൻ കഴിക്കാൻ വേണ്ടി വരാം. അത് നിങ്ങൾ വാങ്ങണം. ദോശ നിങ്ങൾ രണ്ടുപേരും പോയി തട്ടുകടയിൽ നല്ല പൊറോട്ട ഞങ്ങൾക്ക് മാത്രം. ആരും അത് ചോദിച്ചേടി മേടിക്കും. ഞങ്ങൾ മേടിച്ച് കഴിക്കും. നിങ്ങളുടെ മുമ്പ് ഇന്ന് കഴിക്കും. ഉണ്ടാക്കിയിട്ട്
അഹങ്കാരത്തിന്റെ മൂർത്തിഭാവം. കിഷോറേട്ട കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും സീസൺ 3 പാർട്ടിസിപ്പന്റ് അല്ല, ഗസ്റ്റ് ആണ്. എന്നാലും പഴയ പാർട്ടിസിപ്പന്റ് ആയിരുന്ന ആള് വീണ്ടും ആ അടുക്കളയിൽ കയറി. പക്ഷെ ആ ഒരു കൺസിഡറേഷൻ അവൾ എനിക്ക് തരുന്നില്ലല്ലോ, നിനക്കതറിയാം. പക്ഷെ ഇപ്പൊ ഇവിടെ നോക്കി ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ്. പക്ഷെ പഴയ പാർട്ണർ ഇവിടെ ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ടേ. ഇവിടെ രണ്ടുപേർക്ക് എന്താ ഈ തോന്നുന്നു? സ്ഥലത്ത് ഒരുപാട് കുക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് എന്നെ കൊണ്ട് കുറെ ഞങ്ങൾക്ക് ആകെ കൂടി അവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഇത്ര മതി. ഞങ്ങളൊരു കുക്കറൊക്കെ കുക്ക് ചെയ്യും, ഒരു കുക്കർ നിറയെ കുക്ക് ചെയ്യും. എന്നിട്ട് ബാക്കി ഇത് ഒരുങ്ങുന്നുണ്ടോ നോക്കണേ. അന്ന് നിങ്ങൾ രണ്ടും കൂടെ കുക്ക് ചെയ്തതിൽ ഇന്ന് മറക്കാത്ത ഏതെങ്കിലും ഒരു ഡിഷ് ഒന്നും മറക്കൂല. എല്ലാം ഞാൻ ഉണ്ടാക്കിയതൊക്കെ തന്നെയാണ് നല്ലത്. അല്ല, പഠിച്ചതെല്ലാം മറന്നുപോയി. ഇതിപ്പോ യൂട്യൂബിൽ എടുത്താൽ കാണാം, ഇത് ആരൊക്കെ ചെയ്തെന്ന് കാണുന്ന പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാം. അതാണ് എന്റെ പ്രശ്നം. കാരണം പ്രേക്ഷകർ കണ്ടതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നും പണിയെടുക്കണ മുഴുവൻ ഞാൻ. കാരണം ഇപ്പൊ ബീഫ് വെക്കണം വെച്ചോ, തേങ്ങ അരിയണം ഞാനായിരിക്കും, മുളക് പൊടി പൊടിക്കണം ഞാനായിരിക്കും, ബീഫ് മുളക് പൊടി പൊടിക്കണം. അന്നും ഇങ്ങനെ ടോം ആൻഡ് ജെറി ആയിരുന്നു. അയ്യോ അല്ലേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് അത് വേറെ, അത് വേറെ. വേറെയാണ്. ഇത് നമ്മളെന്തിനാണ്? ഇത് വേറെ. ഈശ്വരാ, ഇതിന്റെ ഇടയിൽ എന്നെ അങ്ങ് വിളിക്കണേ. അതാണ് ഞങ്ങളുടെ ആവശ്യം. ടാസ്ക് ആണ്. നിങ്ങൾ ഞങ്ങൾ ഇവിടെ കുഴപ്പിക്കും അങ്ങോട്ട്. അതാണോ ഇതാണോ ഇതാണോ അതാണോ? ബീന ചേച്ചി, കിഷോറേട്ടൻ വിചാരിച്ച സീസൺ 1 പോലെ വെറുതെ വന്നിരുന്നിട്ട് പൈസ മേടിച്ചിട്ട് പോവാ. പണിയെടുപ്പിച്ചിട്ട് ഞങ്ങൾ വിടും. തകർക്കാൻ വേണ്ടി അന്നും ഇന്നും ഒക്കെ ആരാണ് ജോലി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ കൊച്ചി, ഞാൻ പറഞ്ഞത് നമ്മളെ കുട്ടി നമ്മളെ തോളിയിരുന്ന് മൂത്രമൊഴിച്ച് നമ്മളെടുത്ത് കളയുമോ? ഇല്ല, അതിനെ അങ്ങനെ തന്നെ വച്ചേക്കും. മാത്രം കരുതിയാൽ മതി. മൂത്രം ഇങ്ങനെ ചിരിക്കങ്ങൾ ആരും ഒഴിക്കാറില്ല. പക്ഷെ തോളിയിരുന്ന് ഒഴിക്കാറില്ല. അത്രേ ഉള്ളൂ. അതൊരു പാട്ട് പാടാമേ. ഇന്ന് പുഴുക്കണം. അതുകൊണ്ട് പൂത്തു നിന്ന കടമ്പിലെ പുഞ്ചിരി പൂമൊട്ടുകൾ പന്തലിൽ വീണുപോയെന്നോ. പൂത്തു നിന്ന കടമ്പിലെ പുഞ്ചിരി പൂമൊട്ടുകൾ പന്തലിൽ വീണുപോയെന്നോ. മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളികളില്ലാതെ നീന്നേകയായി എന്നിനൻ മുന്നിൽ നിന്നു. പനിനീർമണം തൂകുമെങ്കിലേ തൂമഞ്ഞിൽ നെഞ്ചിലൊതുങ്ങി മുനാഴി കനവ് തേനൂറും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർവിരിയും വേളയിൽ എന്തിനെന്നും വന്നു നീ പൂതിങ്കളേ. തൂമഞ്ഞിൽ തേരോലും സാന്ത്വനമായി ആലോലം കാറ്റ്. സൂപ്പർ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സോങ്. ഈ പാട്ടും കൂടി ഇല്ലായിരുന്നു ഈ മനുഷ്യൻ എന്തിനു കൊള്ളാം. നോക്കണേ നോക്കണേ എന്താണ് അവളത് പറയാ. അതെ, അവളെ അത് പറയാവൂ. അതെ, ഇവിടെ വെച്ച് എന്നെ കുറെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതികാരമാണോ? ഇനി തുടങ്ങാം. ഇനി കറി തുടങ്ങാം. ഇതെന്തോടാ ഉപ്പിട്ടായിരുന്നു? ഇല്ല, ഉപ്പിട്ടില്ല. ഇനിയാണ് നമ്മൾ ഉപ്പ് നോക്കണത്. ബാക്കിയുള്ള ചില്ലി ഫ്ലേക്സ് ഇടും അല്ലേ? ഇത് സഹായം ഇത് പെരട്ടിന്റെ അതില് നമ്മള് ഈ മുളക് പൊടി കുറച്ചിട്ട് ഈ ചതച്ച മുളക് കിട്ടിയാൽ അതൊരു ഇത് പിന്നെ 2 സ്പൈസിയാണേ. ഇതുണ്ടല്ലോ. അല്ല, ഇതാണ് ഇട്ടത്, പിരിമുളകാണ്. കുക്കിംഗ് നടക്കട്ടെ. ഇനി സഹായികളെ വീണ്ടും വിടാം. തൽക്കാലം എന്റെ കൂടെ വരുന്നുണ്ടോ? അതെയോ? Milma presents Fira Food Celebrity Kitchen Magic Season 3.
പവേഡ് ബൈ അമൃതവേണി KSFE, ഭീമ ജ്വല്ലേഴ്സ്, പങ്കജകസ്തൂരി ഓർത്തോ ഹെർബ് ആൻഡ് കേരള കേരള ബാങ്ക്. നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കണ ഇഞ്ചി വെളുത്തുള്ളി അല്ല ഇത് അല്ല സ്റ്റീൽ തവി എടുത്താൽ മതി. അത് ഇത് സ്റ്റോക്ക് വാട്ടർ ഒഴിക്കണോ അല്ലേ? ആ കുറച്ച് എത്ര വേണം ചോദിച്ചു. മതി മതി മതി. ഇത് മറ്റേ പെരട്ടാണോ? ആ ഇത് വരട്ടെ. അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് ഈ സാധനം ഇടണം വേണം അല്ലേ? വേണം വേണം വേണം. ഇത് ഇതിനകത്ത് ഈ സാധനം പിടിക്കും. അത് ഞാൻ ഇളക്കാം. ഇളക്കുക. സത്യം പറഞ്ഞാൽ ഈ സാധനം പാനിലല്ല വയ്ക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ചട്ടിയാ? നല്ല ചട്ടി അല്ലെങ്കിൽ നല്ല ഇരുമ്പിന്റെ ആ കുട്ടുവെന്ന് പോലത്തെ, ആ, അതുപോലത്തെ. അല്ലെങ്കിൽ ചീനച്ചട്ടി ഉണ്ടല്ലോ. അതെ അതെ അതാണ് നല്ലത്. അത് വെച്ചാല് ചീനച്ചട്ടി ആണെങ്കിൽ നല്ല നമുക്ക് ഇളക്കാനും ഇതൊക്കെ ഇതൊരു ഇത്തിരി ഇതാണ്. ഇനി ഇതിന്റെ കാരണം നമ്മൾ ബീഫ് കഴിച്ചപ്പോ ഉപ്പ് ഇട്ടിട്ടില്ല അല്ലേ? ആ അപ്പൊ ഇട്ടു നോക്കിട്ടു. ഇനി ഒന്ന് ചെറിയ എണ്ണ വെച്ചിട്ട് വെച്ചിട്ട് ഒന്ന് സിമ്മിലിടണം. സിമ്മിലെന്ന് പറഞ്ഞാൽ ഒരുപാട് തീ വേണ്ട. അങ്ങോട്ട് മതിയോ? ആ മതി. ഇത് അടച്ചു വെച്ചോളൂ. ഒരു 5 മിനിറ്റ് സമയം അതിന് കൊടുക്കാം. ഇനി നമ്മൾ ഇതിന് കറി പിടിക്കും. കറി ഓക്കെ. പോയിക്കോടാ ചെറിയ ഞാൻ നവീൻ വന്നില്ലേ? ഇല്ല അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കണുണ്ട് കേട്ടോ. പോടാ നവീനെ. പോടാ. ഇല്ലേ ഉപ്പില്ലല്ലോ? ശർക്കര കൂടെ ഇട്ടാൽ മതി. കരി ഇതിനകത്ത് ഇത് പുഴുങ്ങിയതിൻ്റെ വെള്ളം ഉള്ളത് കൊണ്ട് ഉപ്പിട്ടല്ലി പുഴുങ്ങിയിരിക്കണം. അതെ അതെ. ഇനി ഇതിൽ നമ്മൾ ചെറിയ ഉള്ളി. ആ ഇനിയാണല്ലേ? ചെറിയ ഉള്ളി കടിക്കണം ബീഫിന്റെ. പിന്നെ യഥാർത്ഥം നമ്മൾ ചെയ്യേണ്ടത് ഈ ഉള്ളിയോടൊപ്പം ബീഫിനോടൊപ്പം ഈ ഉള്ളി വേവിക്കണം. അതിന്റെ കൂടി പിടിച്ചേനെ ആ ബീഫിലേക്ക് അല്ലേ? സെപ്പറേറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അല്ലേ? 2 സെക്ഷൻ ആയിട്ട്. ഈ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് ചില സാങ്കേതികമായ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ 2 ഒരുമിച്ച് അങ്ങനെ ഒരുമിച്ച്. അപ്പൊ നമ്മുടെ വിളിക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് സുഗമോ ദേവി. പാട് ഞാൻ കൂടെ പിടിച്ചോളാം. സുഗമോ ദേവി സുഗമോ ദേവി സുഗമോ ദേവി സുഗമോ സുഗമോ പഠിക്കാൻ ബാക്കി. സുഗമോ ദേവി അഞ്ജനം തോടും കുഞ്ഞു പൂക്കളും അഞ്ചിതമാം പൂപ്പീലിയും കുശലം ചോദിപ്പൂ നെറുകിൽ തഴുകി കുശലം ചോദിപ്പൂ നെറുകിൽ തഴുകി കുളിർ പകരും പനിനീർ കാറ്റും കുളിർ പകരും പനിനീർ കാറ്റും സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ സുഖമോ. അപ്പോ ബീഫ് ഇനി നമുക്ക് മസാല ഇടാമേ. ഏകദേശം കറുപ്പ് വന്നു. നമ്മുടെ ബീഫിന് കറുപ്പ് വന്നു. അതാണ് പരുവം. ബീഫ് കറുത്തു എന്ന് പറഞ്ഞാൽ മസാലപ്പൊടി പിന്നെ ഏലക്ക പൊടിച്ചതിടണം. ഏലക്ക പൊടിച്ച് നമ്മുടെ മെയിൻ സാധനം ഏലക്ക പൊടിച്ച് ഏലക്ക പൊടിച്ച് അപ്പുറത്തിരിക്കുകയാണ്. ഏലക്ക എടുത്തിട്ടോ? ഏലക്ക ഇട്ടോ. ഏലക്ക മസാല മതി മതി. മസാലയിൽ ഏലക്കയുണ്ട്. ഇനി അല്ലല്ല ശകല കുരുമുളക് ചേച്ചി. ഇനി ഇത് എന്താണ്? ക്രഷ് ഇടണം. കുറച്ച് സ്പൈസിയാണ് അല്ലേ? സ്പൈസിയാണ് ഇത്. ഒരു കഷ്ണം ഒന്നാമത്തെ കഷ്ണം കുറവാണ്. ഒരെണ്ണം എടുക്കുമ്പോ അപ്പോ ഭയങ്കര രുചിയടാ, പക്ഷെ ഭയങ്കര എരി എന്നും പറയണം. ഒന്നുകൂടെ എടുത്തോ. മതി മതി.
എരിവോട് കൂടി ആസ്വദിച്ചിട്ട് പറയും വേണം കഴിക്കും ആ പറയും വേണം കഴിക്കാൻ വേണം, പിന്നെ കൊടുക്കാൻ കിട്ടരുത്, പിന്നെ കൊടുക്കാൻ കിട്ടരുത്. ഇല്ല സാധനം ഇല്ല, അതുകൊണ്ട് കാണാൻ തന്നെ ഇനി എന്ത് രസമല്ലേ. ഇനി ആ തേങ്ങാക്കൊത്ത് മെയിൻ സാധനം അങ്ങോട്ട് കിടക്കണം, ഇങ്ങനെ പൂ കിടക്കണ പോലെ അവിടെ നെയ്യില് നമ്മള് വാട്ടിയ ആ, ഇതൊക്കെ അമ്മ അതാണ് പരിവം. ഇത് പാകം, ഇത് പാകം. കുറുകി ആ, ഇനി ഗരം മസാല ഗരം മസാല ഇട്ടോ. കുരുമുളക് പൊടി വേണോ? ഒരു ഉള്ളൂള. നമുക്ക് അധികം സ്പൈസി ആക്കണ്ട. അത് വേണ്ട വേണ്ട വേണ്ട. കുരുമുളക് ഒരു ഉള്ളൂള മതി. പൊടിക്ക്. അപ്പൊ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. ഇത് നമ്മുടെ 2 ഡിഷ് റെഡിയായി. 2 ഡിഷ് ഉള്ളിയിട്ട ബീഫ് കറിയും ചെറിയ ബീഫ് കറി, തേങ്ങാക്കൊത്തിട്ട് ഉലർത്തിയ ഉലർത്തിയ നല്ല സ്പൈസി ബീഫും. ലാസ്റ്റ് ചടങ്ങ്. സക്സസ്. അപ്പൊ അങ്ങനെ ഹലോ എന്തായി എവിടേക്ക് എവിടേക്ക് ഇതെന്താ ഞങ്ങളുടെ അവിടെ നിക്ക്, ഞങ്ങളുടെ ബീഫാ ഞങ്ങളുടെ ബീഫാ ബീഫാ അവിടെ നിക്ക്. ഞങ്ങളുടെ ബീഫാ ഞങ്ങൾ ബീഫ് ഇച്ചിരി പോലെ ഈ പ്ലേറ്റിൽ തന്നാ മതി, വേറെ ഒന്നും വേണ്ട. ഒന്ന് നിക്കണം. അയ്യോ എല്ലാരും അനുസരിച്ച് അയ്യോ അയ്യോ ഞങ്ങൾ മാറിപ്പോയിക്കോളാം, നമ്മുടെ ഞങ്ങൾ മാറിപ്പോയിക്കോളാം. ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തന്നെ ഞങ്ങൾ നിക്ക്. ഒന്നിനും വരൂല. കിഷോറേട്ടാ, കാരണക്കാർക്കും കിഷോർ ഓ എന്താ ആ ശരിയല്ല ശരിയല്ല, ഞാൻ പ്ലേറ്റ് കുറെ നേരം കഴുകി തുടച്ച് ഇവിടെ നിക്കുക, ക്യൂ നിക്കുക. ആ ശരി, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പ്ലേറ്റ് ഇടും. എടുത്തോളൂ നല്ല പീസ് നോക്കി നല്ല പീസ് ആർക്കാണ് തേങ്ങ കിട്ടാത്ത? എനിക്ക് 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 ഇതെന്താന്ന് മറ്റേ ഈ അന്നദാനം നടക്കുന്ന സ്ഥലത്ത് തള്ളതാണ്. ഇതൊരു വൃത്തിമേനെ വേണ്ടി വലിയൊരു ഷോ ആയിട്ട്. ഞങ്ങൾ ഉണ്ടാക്കിയോണ്ട് പറയണല്ലോ കേട്ടോ. ഗംഭീരം. ചെറിയ ഉള്ളി അടിപൊളിയായിരുന്നു ഇതിന്റെ കൂടെ നമ്മളെ ദോശ ഇതിന്റെ കൂടെ കറക്റ്റ് ആയത്. ഇതിന്റെ കൂടെ ഒരു ഒരു ഗ്ലാസ് പറ ഗ്ലാസ് കട്ടൻ ചായ. നശിപ്പിച്ച് ഇങ്ങനെ നമ്മള് സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ സീസൺ 3-ലെ ഒരു എപ്പിസോഡ് ഇതാ ഇങ്ങനെ അവസാനിക്കാൻ പോകുകയാണ്. കാരണം നമുക്കറിയാം ഏറ്റവും മനോഹരമായി നമ്മുടെ പ്രിയപ്പെട്ട കിഷോർ വന്ന് പാട്ട് പാടി ഈ കുറെ നമ്മുടെ മനസ്സിലുള്ള കുറെ നല്ല രസകരമായ അല്ലേ നമ്മുടെ മനസ്സിൽ താലോലിക്കുന്ന കുറെ പാട്ടുകൾ പാടുത്തന്നു, രുചികരമായ ഭക്ഷണം നമുക്ക് വിളമ്പി തന്നു. അതിരുചികരം അതീവ ഗംഭീരമായിരിക്കുന്നു. ഞങ്ങളുടെ പെറോട്ടയും ദോശയും നമ്മുടെ സെലിബ്രിറ്റി കിച്ചന്റെ ഈ ആഘോഷം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ. ടാറ്റാ. അയ്യോ ടാറ്റ.